ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ഇത്രയും വലിയൊരു വേദിയിൽ സാക്ഷിയായിട്ട് നിൽക്കാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് 2019 പരിശുദ്ധ കൃപാസന മാതാവിനെ പറ്റി ഞാൻ അറിയുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും വയറ്റത്ത് കൈവച്ച് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു. പൊതുവേ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന എൻ്റെ പ്രഗ്നൻസിയിൽ 33ാമത്തെ ആഴ്ച വളരെ റെയറായിട്ടുള്ള ഒരു അവസ്ഥ, അതായത് ലിവർ കൊളസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം വളരെ യാദൃച്ഛികമായിട്ടാണ് കണ്ടുപിടിച്ചത്. അതായത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷണം എങ്ങനെയായിരുന്നു, എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ഞാൻ എഴുന്നേറ്റിരുന്ന് ചൊറിയും. അപ്പോൾ ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഈ ലക്ഷണം പറഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ക്രീം പുരട്ടിയാൽ മതി. പക്ഷേ എനിക്ക് ചൊറിച്ചിൽ കൂടി വന്നു. അപ്പോൾ എനിക്ക് ഗെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടായിരുന്നുകൊണ്ട് ഡയബറ്റീസിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് വേറൊരു ഡോക്ടറെ അടുത്ത് റുട്ടീനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ ഡോക്ടറാണ് വളരെ അത്ഭുതകരമായിട്ട് ബ്ലഡിലെ വേരിയേഷൻസ് കണ്ടുപിടിക്കുകയും എന്നെ മെയിൻ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ലിവർ ലെവൽസൊക്കെ വളരെ മോശമാണ്. എന്നിട്ട് അന്ന് തന്നെ ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു. പക്ഷേ സ്കാനിങ്ങിൽ പ്രോബ്ലം ഒന്നും ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ മെയിൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഓക്കെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരുള്ളൂ, അതുവരെ ഒന്നും ചെയ്യാനില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞു ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണം, അഡ്മിറ്റ് ആവണം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് ഈ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു. ഇത് വളരെ റെയറായിട്ട് വരുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടിക്ക് സ്റ്റിൽ ബർത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതായത് ചാപിള്ളയായിട്ട് ജനിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാണ് എനിക്ക് എൻ്റെ മൂത്ത കുഞ്ഞിനെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമായിരുന്നു ശരിക്കും ആ സമയത്ത് ഞങ്ങളുടെ ആശ്രയം. ശരിക്കും പരിശുദ്ധ അമ്മ ആ സമയത്ത് എന്നെ വളരെ പ്രത്യേകമായിട്ട് വഴി നടത്തി എന്ന് വേണം പറയാൻ. കാരണം പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് എന്നെ അമ്മ ആ സമയത്തേക്ക് അടുപ്പിച്ചിരുന്നു. പ്രാർത്ഥനയിൽ വളരാൻ പറ്റിയൊരു ഗ്രൂപ്പും, ഒരു പ്രഗ്നൻസി സമയത്ത് പ്രാർത്ഥനയിൽ വളരാൻ പറ്റിയൊരു ഗ്രൂപ്പിലേക്ക് എന്നെ അമ്മ അടുപ്പിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥനയും ധ്യാനവുമായിട്ട് 36ാമത്തെ ആഴ്ചയിൽ നമ്മളോട് പറഞ്ഞു 36ാമത്തെ ആഴ്ച വരെ വെയിറ്റ് ചെയ്യുള്ളൂ, അത് കഴിയുമ്പം പെയിൻ ഇൻഡ്യൂസ് ചെയ്യും, നമ്മൾ കുഞ്ഞിനെ പുറത്തെടുക്കും, 36ാമത്തെ കഴിഞ്ഞ് പോയാൽ വളരെ റിസ്ക്കാണ്, കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല, പെയിൻ വന്നില്ല. സെക്കൻഡ് ഡേ ആദ്യത്തെ ട്രയലിൽ പെയിൻ ഉണ്ടായില്ല, 2ാമത്തെ ട്രയലായപ്പം ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് 63 കിലോയെ ആ സമയത്ത് വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അതായത് എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്യുമ്പോൾ എനിക്കുള്ള വെയിറ്റാണ് 8ാം മാസത്തിലെ എൻ്റെ വെയിറ്റ്. അപ്പോൾ പ്ലാസൻ്റ ഉണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ വളരെ മോശമാണ് എൻ്റെ അവസ്ഥ. എന്നെ കാണുന്നവരൊക്കെ പറയും 6 മാസമല്ലേ ഉള്ളൂ, ഇത്രയും ആയോ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ 2ാമത്തെ അറ്റംപ്റ്റിൽ എൻ്റെ പെയിൻ കൂടി വന്നു, എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ മുറി, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഡയലേഷൻ ആവാതെ നമുക്ക് വേറെ നേഴ്സസ് ഒന്നും നമ്മുടെ റൂമിൽ വരുമോ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ല. അപ്പോൾ എനിക്ക് നിൽക്കാൻ പോലും പറ്റാതെ ഞാനും ഹസ്ബൻഡ് എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നു, നേരെ നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ആ കാര്യത്തിൽ ഇടപെട്ടെന്ന്. സമയത്തിൻ്റെ മേലെ അധികാരമുള്ള അമ്മ ഒരു പുതിയൊരു നേഴ്സിനെ ആ സമയത്ത് എൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ആ നേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഹെഡ് നേഴ്സായിരുന്നു. അവർ വന്നെന്നെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ കുഞ്ഞ് വേറെ ഡയറക്ഷനിലേക്കാണ് പുഷ് ചെയ്യുന്നത്, നീ റിലാക്സ് ചെയ്യണം, നിനക്ക് ഞാൻ പെരിഡ്യൂറൽ ഇടാമെന്ന് പറഞ്ഞു. ആ സമയം വരെ എനിക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി ഞാനോ എൻ്റെ ഹസ്ബൻഡോ ഓർത്തിരുന്നില്ല. അങ്ങനെ ആ നേഴ്സ് വന്നു, 5 മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളുടെ ഗതി തന്നെ അമ്മ മാറ്റി തന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു പ്രഗ്നൻസി വളരെ നോർമൽ പ്രഗ്നൻസിയിലൂടെ എനിക്ക് എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ലഭിച്ചു. ആ കുഞ്ഞിന് 3 കിലോ 300 ഗ്രാം തൂക്കം ഉണ്ടായിരുന്നു. വളരെ ആരോഗ്യമുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പെൺകുഞ്ഞിനെ അമ്മ എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഈ സമയത്ത് ഞാൻ ജർമ്മനിയിലാണ്. 2020 ഓൺലൈൻ ഉടമ്പടി ആരംഭിക്കുന്നത്. അപ്പോൾ 2020 മെയ്യിൽ ഓൺലൈൻ ഉടമ്പടി ആരംഭിക്കുന്നു. 2020 ഒക്ടോബർ ആയപ്പം എനിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രചോദനം, ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എന്നെ ആ സമയത്ത് പ്രചോദിപ്പിച്ചതാണെന്ന്. എന്നോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഒക്ടോബർ അവസാനമാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്.
അങ്ങനെ ഓൺലൈൻ ഉടമ്പടിയിൽ ആ സമയത്തുണ്ടായിരുന്ന 6 നിയമങ്ങൾ വെച്ചിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. നവംബർ അവസാനമായപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ജോബിന് ഒരു പ്രശ്നം വന്നു. ആ സമയം എന്ന് പറഞ്ഞാൽ കൊറോണ വളരെ വേഴ്സായിരിക്കുന്നൊരു സമയം. എല്ലായിടത്തും ലോക്ക്ഡൗൺ. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് എവിടെയെങ്കിലും മൂവ് ചെയ്യാനോ നോക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയം. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു, ഉടമ്പടി ധ്യാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡിസംബർ മാസം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങളിപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ഡേറ്റ് ഇട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളുക, അമ്മ അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ ഒരു ഡേറ്റ്, ഫെബ്രുവരി 6 എന്നൊരു ഡേറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഞങ്ങൾക്ക് വീടിനടുത്ത് തന്നെയുള്ള ഒരു MNCന്ന് നമുക്കൊരു ഓപ്പണിംഗ് വരുന്നതും അവിടെ അപ്ലൈ ചെയ്യുന്നതും. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ ക്രമപ്പെടുത്തി തന്നു. ഫെബ്രുവരി 6 എന്നാണ് പരിശുദ്ധ അമ്മയുടെ ഡേറ്റ് ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഓഫർ ലെറ്റർ വന്നത് ഫെബ്രുവരി 5 രാത്രി 11:30 മണിക്കായിരുന്നു. അപ്പോൾ അത് പരിശുദ്ധ അമ്മ ഒപ്പിട്ടാണ് അവൾക്ക് ആ ജോലി നേടിക്കൊടുത്തതെന്ന് ഞങ്ങൾ കുടുംബം മുഴുവനും ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ആദ്യത്തെ ആ കൊളസ്റ്റാസിസ് എന്ന് പറഞ്ഞ അസുഖം എനിക്ക് പിന്നെയും വന്നു. അപ്പോൾ അത് പ്രഗ്നൻസിയിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. പ്രഗ്നൻസി കഴിയുമ്പോൾ അത് ലിവർ ലെവൽസ് എല്ലാം നോർമലാവും. അപ്പോൾ ആ അവസ്ഥയിൽ എന്നോട് ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ പോലെ തന്നെ നമുക്ക് 36 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 36 ആഴ്ചയാകുമ്പോൾ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കണം, റിസ്ക് ആയതുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. 36ാമത്തെ ആഴ്ചയായപ്പം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ അടുത്ത് മൂത്തയാളെ ഏൽപ്പിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ മദറിനിലേക്ക് ആ സമയത്ത് അസുഖം വരികയും അങ്ങനെ ആ ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ അന്ന് എവിടെ ഏൽപ്പിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയത്, ഡെലിവറിക്ക് അഡ്മിറ്റ് ആവാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ റൂമിൽ ഇരിക്കുന്നുണ്ട്. എന്നെ ആദ്യത്തെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ മെയിൻ ഡോക്ടറെ അടുത്തൊന്ന് പോയിട്ട് വരാം. അങ്ങനെ മെയിൻ ഡോക്ടറെ അടുത്ത് പോയി. മെയിൻ ഡോക്ടർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ലെവൽസൊക്കെ എല്ലാം നോർമലാണ്, നിങ്ങൾക്കിപ്പോൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, ഇത് നമുക്ക് നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ മാസം തികഞ്ഞാണ് പരിശുദ്ധ അമ്മ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ എനിക്ക് തന്നത്. ഞാൻ 3 സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞെങ്കിലും എൻ്റെ 2019 മുതൽ പരിശുദ്ധ അമ്മ ആത്മീയമായിട്ട് എന്നെ ഒത്തിരി വളർത്തി. എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു എന്ന് ഞാൻ പറയും. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങോട്ട് പറയുന്നല്ലാതെ ഈശോ പറയുന്നത് കേൾക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലെ ബൈബിള് വായിക്കാനും വചനത്തിൽ ആഴപ്പെടാനും ഒത്തിരി വിശ്വാസത്തിൻ്റെ ലെവൽ മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. കൃപ, സമർപ്പണം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് പരിശുദ്ധ കൃപാസന അമ്മയാണ്. ഈ വേദിയിൽ സാക്ഷ്യം പറഞ്ഞ ഒത്തിരി ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഞാനിപ്പോൾ ഓർക്കുന്നു. കാരണം ആ സാക്ഷ്യത്തിലൂടെ അവർ ഈശോയെ മഹത്വപ്പെടുത്താൻ മാത്രമല്ല ചെയ്തത്, എന്നെപ്പോലെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഒത്തിരി യങ് അമ്മമാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂറോപ്പിലാണ്. അപ്പോൾ അവിടെ സഭ ഒരു തളർച്ചയുടെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് എന്നെ സഹായിച്ചത് ഗാർഹിക സഭയെ ശക്തിപ്പെടുത്താൻ. അതായത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താൻ പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്തത് സുവിശേഷ പ്രവർത്തനങ്ങൾ, യൂറോപ്പിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ കഴിയുന്ന പോലെ ഇവിടെയുള്ള അനാഥ മന്ദിരങ്ങളിലും രോഗികൾക്കൊക്കെ ആയിട്ട് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി സമർപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 14, 26, 27 തിരുവചനങ്ങൾ. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്, മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു. ദീപ എലിസബത്ത് ജോൺ എന്ന ഈ സഹോദരി തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2 മക്കളുടെ ഗർഭധാരണ സമയത്തും പ്രസവ സമയത്തുമുണ്ടായ പ്രത്യേകതയുള്ള പ്രതിസന്ധികളെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ എങ്ങനെ തരണം ചെയ്തുവെന്നും ആരോഗ്യമുള്ള മക്കളെ എങ്ങനെ ലഭിച്ചുവെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ പ്രഗ്നൻസി അല്പം കൂടി ക്ലേശകരമായിരുന്നുവെന്ന മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്.
സാധാരണ പോലെ നീങ്ങിയ പ്രഗ്നൻസിയിൽ ഇടയ്ക്ക് വന്ന കലശലായ ചൊറിച്ചിലുകൾ അത് കുഴപ്പമില്ലെന്ന ഗൈനക്ക് പറയുമ്പോൾ മറ്റൊരു ഡോക്ടർ അവിചാരിതമായി അതിന് മറ്റൊരു രോഗസാധ്യത പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അതൊരു ദൈവദൂതനെ പോലെ വന്ന ഇടപെടലായി അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച കണ്ടെത്തലായി മകളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണമാണ്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു കയറുമ്പോൾ നമ്മൾ പോകുന്ന നോർമൽ റൂട്ടിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും തെളിയാതെ വരുമ്പോൾ നമുക്ക് അമ്മ മാതാവ് മറ്റേതെങ്കിലും തരത്തിൽ ചിലരുടെ സംസാരമായോ, ചിലരുടെ ഉപദേശമായോ, ചിലരുടെ ഒരു സന്ദർശനമായോ, ചില സന്ദേശങ്ങളായോ ഒക്കെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ആ നിർദ്ദേശങ്ങളുടെ പുറകെ പോകുമ്പോൾ അതിൽ കാര്യമുണ്ടെന്നും നമ്മളെ സംരക്ഷിക്കുന്നതിന് അമ്മ ഒരുക്കുന്ന വഴികളാണെന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. മകൾ ആദ്യത്തെ ആ ഗർഭിണിയായിരുന്ന നാളുകളിൽ വന്ന പ്രത്യേകമായ ആ അവസ്ഥയെ അവിചാരിതമായി മറ്റൊരു ഡോക്ടറിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച് പോകുമ്പോഴാണ് അതിനെ സ്ഥിരീകരിക്കുവാനും പിന്നീട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും സാധിക്കുന്നത്. ആദ്യത്തെ ലേബറിൻ്റെ സമയത്തും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. മകൾ ആ ലേബറിനെ ഒരുങ്ങുന്ന സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരുവാനുള്ള പ്രയാസങ്ങൾ നേരിടുന്നതും, എന്നാൽ ആ മണിക്കൂറുകളിൽ തന്നെ മറ്റൊരു നേഴ്സ് അവിടെ ചാർജ് എടുത്തുകൊണ്ട് ആ നേഴ്സിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങൾ മകളുടെ ആ ഡെലിവറി സമയത്തെയും ഡെലിവറിയെയും വളരെ വേഗത്തിലാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അതൊരു അവിചാരിതമായി തോന്നാം. എന്തുകൊണ്ടെന്നാൽ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ആവർത്തിച്ച് ഇങ്ങനെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യം നീങ്ങുമ്പോൾ ആ സാഹചര്യത്തെ ഒന്ന് മാറ്റിത്തരിക, വ്യക്തികളെ ഒന്ന് മാറ്റിത്തരിക, മരുന്നൊന്ന് മാറ്റിത്തരിക, ജീവിതം പോയിക്കൊണ്ടിരുന്ന വഴികളെ ഒന്ന് മാറ്റിത്തരിക, എന്നിട്ട് കൂടുതൽ സുഗമമായി കാര്യങ്ങൾ അത് സുരക്ഷിതമായി എത്തിക്കുന്നതിനുള്ള വഴികളെ തുറന്നു തരിക. മകൾ പറയുന്നുണ്ട്, അത് എത്ര സുന്ദരമായി ആ ഏറെ ക്ലേശത്തോടെ കഴിഞ്ഞിരുന്ന ആ ഡെലിവറിയുടെ സമയം അമ്മ മാതാവ് ആ പുതിയ വന്നു ചേർന്ന നേഴ്സിലൂടെ നന്നായി അത് പരിഹരിച്ച് സാധാരണ ഡെലിവറിയിലേക്ക് മകളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഇതുപോലെ തന്നെ മകൾ സമാനമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുറേ കൂടി ആത്മധൈര്യത്തോടെ അത് നേരിടുവാനും ആരോഗ്യമുള്ള രണ്ടാമത്തെ കുഞ്ഞിനെ ലഭിക്കുവാനും സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവിക സംരക്ഷണത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം പരിശുദ്ധ അമ്മ നമ്മളെ കുറേ കൂടി ആത്മീയതയിൽ ബലപ്പെടുത്തി ഭൗതിക സാഹചര്യങ്ങളെ സന്തോഷകരമാക്കുന്ന ജീവിതമാണ്. മകളുടെ സാക്ഷ്യത്തിൻ്റെ അവസാനം പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധ അർഹിക്കുന്നതാണ്. പാശ്ചാത്യ ലോകം ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും മെറ്റീരിയലിസത്തിൽ വല്ലാതെ നിബന്ധിക്കുകയും കുടുംബ ബന്ധങ്ങളെയും കുഞ്ഞുങ്ങളെയും തന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു സംസ്കാരത്തിൽ ഗാർഹിക സഭയ്ക്ക് നല്ല വിശ്വാസത്തോടെ രൂപം കൊടുക്കുവാൻ മകൾക്ക് സാധിക്കുന്നു. മകളെപ്പോലെ അനേകം യുവദമ്പതികൾ ഇന്ന് ലോകത്തിൻ്റെ എല്ലായിടത്തും കൃപാസനം അമ്മയിലെടുത്ത ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നു, രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഈ നാളുകളിൽ നൽകുന്ന ഏറ്റവും ശക്തമായ സന്ദേശവും. കാരണം ആത്മീയത കുറഞ്ഞുകൊണ്ടിരുന്നൊരു കാലത്ത്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരുന്നൊരു കാലത്ത്, വിവാഹത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ചിന്ത കുറയുന്നൊരു കാലത്ത് അമ്മ മാതാവ് നേർവഴിയിൽ സഭയെ നയിക്കുന്നതിന് ഈ നാളുകളിൽ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യുവതി യുവാക്കളെ പ്രത്യേകമാംവിധം തന്നരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കണം, എന്താണ് ജീവിതത്തിലുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട്, എന്താണ് ആത്മാവ് ദൈവത്തിന് കൊടുത്തുകൊണ്ടുള്ളൊരു ജീവിതം, ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നയിക്കുകയാണ്. മൂന്നാമത്തെയും നാലാമത്തെയും മക്കളെക്കുറിച്ച് ചിന്തിക്കുവാൻ യുവദമ്പതികൾക്ക് പ്രചോദനം ലഭിക്കുന്നു എന്നത് തന്നെ ഈ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകത്തിന് നൽകുന്ന, ഈ കാലത്തിന് നൽകുന്ന വ്യക്തമായ സന്ദേശമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലമായി കൂടുതൽ ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുവാൻ, കൂടുതൽ പരിഗണനയുള്ള വ്യക്തികളായി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ,
കുറവുകളെ അനുദപിച്ച് ക്ഷമിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി ആത്മശരീരങ്ങളെ ഒരുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.